അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എല്ലാവർക്കും സുഖാണെന്ന് കരുതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന പ്രശ്നങ്ങളെയും അകറ്റി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ മുഅ്മിനീങ്ങളിൽ പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓൾറെഡി നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ, സിഹ്ർ എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരുപാട് ആളുകളുടെ ഒരു 90%, ഒരു 95, 100 എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രത്തോളം ആളുകളെ ശരിക്കും ഈ ഒരു സിഹർ ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സിഹറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, അതിൻ്റെ ആഘാതങ്ങൾ, അല്ലെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന റിസൾട്ടുകൾ ശരിക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആം ഐ റൈറ്റ്? പറഞ്ഞത് ശരിയല്ലേ? സിഹർ കാരണം നല്ല ജോലികൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. സിഹറിൻ്റെ ആ ഒരു ആഭിമുഖ്യം കാരണം നമുക്കുള്ള നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല വീട് വെച്ചു, അത് കണ്ടിട്ട് പല ആളുകളും സിഹർ ചെയ്തു, നമ്മുടെ വീട്ടിലെ സന്തോഷം നഷ്ടപ്പെട്ടു. നമുക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു, അതിനെതിരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യമുള്ള ആളുകൾ, നമ്മോട് വെറുപ്പുള്ള ആളുകൾ സിഹർ ചെയ്തു. ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ പോകുമായിരുന്നു, അത് പെട്ടെന്ന് ഡൗണായി, ഡള്ളായി, ലാസ്റ്റ് അത് ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സിഹർ പല രീതിയിൽ, പല തരത്തിൽ, പല കോലത്തിൽ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഓരോ തരത്തിൽ, ഓരോ രീതിയിൽ നമ്മൾക്ക് സിഹറേറ്റ ആളുകളാണല്ലേ. പടച്ച റബ്ബ് ഓൻ്റെ കൃപ കൊണ്ട്, ഓൻ്റെ കാരുണ്യം കൊണ്ട്, ഓൻ്റെ റഹ്മത്ത് കൊണ്ട് എല്ലാ തരത്തിൽ നിന്നുള്ള സാഹചര്യങ്ങളിൽ നിന്നും, ആയിനീങ്ങളിൽ നിന്നും, മാക്കിരീങ്ങളിൽ നിന്നും, ദ്വാലിമീങ്ങളിൽ നിന്നും, അദുവ്യങ്ങളിൽ നിന്നും, ആയിനീകളിൽ നിന്നും ഒക്കെ പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ സിഹ്ർ എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായിട്ടും തകർത്തെറിയുന്ന, നമ്മളിലുള്ള സിഹ്റിനെ പൂർണ്ണമായിട്ടും ബാത്തിലാക്കി കളയാൻ പവറുള്ള പടച്ച റബ്ബിൻ്റെ ഖുർആനിലുള്ള, കലാമിലുള്ള ഒരു സൂറത്താണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ സൂറത്ത് മനസ്സറിഞ്ഞിട്ട് നല്ല വിശ്വാസത്തോടുകൂടെ, നല്ല യഖീനോടുകൂടെ, നല്ല ഉറപ്പോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഉറപ്പാണ്. കാരണം ഖുർആനാണ്. ഖുർആന് കൊണ്ട് നമുക്ക് ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും, എത്ര വലിയ ചികിത്സ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. അപ്പോൾ ഖുർആനാണ് നമുക്ക് മെയിൻ. ആ ഖുർആനിലൊരു സൂറത്താണ് പറഞ്ഞു തരുന്നത്. ഏതാ സൂറത്ത് അറിയോ? സൂറത്തു ത്വാഹ. അറിയാത്തവരുണ്ടാവില്ല. ഖുർആൻ്റെ ആ ഇൻഡെക്സ് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. സൂറത്തു ത്വാഹ. ഈ ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ, നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലിയാൽ ഈ സിഹറിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളിൽ നിന്നും, അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമുക്ക് ഹിഫ്ള് നൽകും. വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഫലം ഉറപ്പ്. ഈ സിഹ്ർ ബാത്തിലായാൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള മെച്ചങ്ങൾ, നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് നമുക്ക് തരും. ശരിക്കും നമ്മുടെ പല ഹൈറുകളും, പല നല്ല കാര്യങ്ങളും, പല വിജയങ്ങളും ഈ സിഹറിൻ്റെ ആഘാതം കൊണ്ട് നമുക്ക് ബ്ലോക്കായ ഒരവസ്ഥയിലാണ്. ഇൻഷാ അല്ലാഹ് ബ്ലോക്കുകളെല്ലാം നീങ്ങി, തടസ്സങ്ങളെല്ലാം നീങ്ങി നല്ല രീതിയിലുള്ള വിജയങ്ങൾ പടച്ച റബ്ബ് നമുക്ക് തരും. മുഫഖൻ അല്ലാഹ്. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.